ആവേശം അലതല്ലിയ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കുട്ടിക്കലാശം. മൂന്ന് മുന്നണികൾക്കും നെഞ്ചൂക്കോടെ ജയസാധ്യത അവതരിപ്പിക്കാൻ പാകത്തിൽ അപ്രവചനീയത നിറഞ്ഞു നിൽക്കുന്ന ത്രികോണ പോരാട്ടത്തിൽ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. രാഷ്ട്രീയ കൂടുമാറ്റം മുതൽ കള്ളപ്പണ ആരോപണം വരെ നീളുന്ന വിവാദ വിഷയങ്ങളുടെ നീണ്ട പട്ടിക വോട്ടർമാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്താണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഇക്കുറി ജനവിധി തേടുന്നത്. പോളിംഗിലേക്ക് ഒരു ദിവസം മാത്രം അകലെ നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകൾ പരിശോധിക്കുന്നു ഇന്ന് എൻകൗണ്ടർ പ്രൈം. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM പ്രതിനിധി ശ്രീ ജേക്സി തോമസ്, കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, BJP പ്രതിനിധി ശ്രീ ജിജി ജോസഫ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എൻകൗണ്ടർ പ്രൈമിൽ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ ജേക്ക്, 30 ദിവസം നീണ്ട ഈ പരസ്യപ്രചാരണത്തിന് ഇന്ന് തിരശ്ശീല വീണിരിക്കുന്നു. പാലക്കാട്ടുകാർ തന്നെ പറയുന്നത് ഇതുവരെ അവരുടെ തെരഞ്ഞെടുപ്പ് ഓർമ്മയിൽ ഇല്ലാത്ത തരത്തിൽ വീറും വാശിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു പോരാട്ടമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് മത്സരത്തിൽ കണ്ടതെന്നാണ്. എന്താണ് ഇടത് മുന്നണി പാലക്കാട്ടെ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് പാലക്കാട്ടെ ജനങ്ങളിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുന്നത്? തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തിലെ പ്രതികരണം അങ്ങേയറ്റം അർത്ഥസമ്പൂർണ്ണമാണ്, ചരിത്രത്തിൽ വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്നതുമാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ആവേശോജ്വലമായ തെരഞ്ഞെടുപ്പ് മഹാമഹത്തിനാണ് ഇന്നത്തോടുകൂടെ ഔദ്യോഗികമായെങ്കിലും പ്രചരണത്തിന് തിരശ്ശീല വീണിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, അങ്ങേക്കറിയാം, ഒരു പതിറ്റാണ്ട് കാലത്തോളം നീണ്ടു നിൽക്കുന്ന പാലക്കാടിൻ്റെ സമീപ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ വിശകലനം ചെയ്താൽ എല്ലാ അർത്ഥത്തിലും അത്ര ശുഭോദർക്കമാം വിധം പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായിരുന്നില്ല പാലക്കാട് നിയോജക മണ്ഡലം. പലപ്പോഴും കോൺഗ്രസ് BJP മുഖാമുഖ യുദ്ധത്തിൽ ഒരു ബൈലാട്രൽ മത്സരത്തിൻ്റെ പ്രതീതി അന്തരീക്ഷം കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പിലധികമായി പാലക്കാട് നിയോജക മണ്ഡലത്തിന് അവകാശപ്പെടാനുണ്ട്. അതൊരു വസ്തുതയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ 2024 പാലക്കാട് നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൻ്റെ പാപഭാരവുമായിട്ടാണ് പാലക്കാട് സിറ്റിംഗ് രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള UDFന്, കോൺഗ്രസ്സിന് പാലക്കാട് നിയോജക മണ്ഡലത്തെ അഭിസംബോധന ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നത്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്ന ദിവസം മുതൽ ഇന്ന് വരെ നമ്മളിവിടെ ഈ സംവാദത്തിനായി ഒത്തുചേരുന്നതിന് അല്പം മണിക്കൂറുകൾക്ക് പുറകിൽ വരെ 1 ഡസനിലധികം വരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. അതിൽ DCC ജനറൽ സെക്രട്ടറി ഉണ്ട്, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട്, DCCയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ഉണ്ട്, പിരായിരിയിലെ ഗ്രാമപഞ്ചായത്ത് അംഗമുണ്ട്, ദളിത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ എണ്ണിയെടുത്ത് തൊട്ടു സൂചിപ്പിക്കാൻ കഴിയുന്ന 1 ഡസനോളം വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് ഈ ഹ്രസ്വമായ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിനുള്ളിൽ കോൺഗ്രസിനോട് വിട ചോദിച്ചു. അവരെല്ലാവരും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട്, വിശിഷ്യ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ P. സെറ്റിനോടും CPIM-നോടും സഹകരിച്ച് പ്രഖ്യാപിക്കുമെന്ന് പറയുകയും ചെയ്തു. എന്താണ് ഇവരുടെ രാജിക്ക് ആധാരമായ കാര്യം? ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവരാകെ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. അവരുയർത്തിയ കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് വർഗീയതയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു, വർഗീയതയ്ക്ക് കോൺഗ്രസ് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രതികരണത്തെ അർത്ഥപൂർണമാക്കുന്ന, അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആരോപണം മാത്രമല്ല, മറിച്ച് കോൺഗ്രസിനുള്ളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുതൽ മണ്ഡലം സെക്രട്ടറി വരെയുള്ള 12-ലധികം വരുന്ന 1 ഡസനിലധികം വരുന്ന നേതാക്കന്മാർ രാജിവെച്ച് ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ കണ്ടെത്തി. അവർ സ്വാനുഭവത്തിൽ വിളിച്ചു പറഞ്ഞതാണ്. ഈ മണിക്കൂറിൽ പോലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് അങ്ങയുടേതുൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ, എല്ലാവരും ഒരേപോലെ എപ്പോഴും ചോദിച്ചിട്ടൊന്നുമില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ എന്നാലും അപൂർവ അവസരങ്ങളിൽ നിങ്ങൾക്ക് SDPIയുടെ പിന്തുണയുണ്ട്, നിങ്ങൾക്ക് തീവ്രവാദികളുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു തീവ്രവാദികളുടെയും വോട്ട് വേണ്ട എന്ന് വടിവൊത്ത 4 വാക്കിൽ വിളിച്ചു പറയാൻ കരളുറപ്പില്ലാത്തവന്മാരായി പാലക്കാടും കേരളത്തിലും കോൺഗ്രസ് മാറി എന്നുള്ളതിൻ്റെ നിദാനമാണ് കോൺഗ്രസിനോട് വിട ചോദിച്ച് വന്ന 1 ഡസനിലധികം വരുന്ന ആളുകൾ. പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം മുതൽ മൂക്കു പൊത്താതെ നടക്കാൻ കഴിയാത്ത പാലക്കാട് നഗരഹൃദയത്തിലെ തിരുവോരങ്ങൾ മുതൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും തെളിയാത്ത പാലക്കാടിൻ്റെ അനുഭവങ്ങൾ മുതൽ എല്ലാ വികസന അനുഭവത്തിലും കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ ജനജീവിതം വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും
സമഞ്ജസമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. ആ ചർച്ചകൾ വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ സമീപകാല ചരിത്രത്തിലെ അട്ടിമറിക്ക് പാലക്കാട് വഴി കേരളം സാക്ഷ്യം വഹിക്കും. വട്ടിയൂർക്കാവും കോന്നിയും ഒക്കെ ഉണ്ടായതുപോലെ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ പിന്തുണയോടുകൂടെ 1-ാം സ്ഥാനത്തേക്ക് വരുന്ന മണ്ഡലം പിടിച്ചെടുക്കപ്പെടുന്ന ആവേശകരമായ അനുഭവം പാലക്കാട് ഉണ്ടാകും. ഒരു സംശയവും വേണ്ടതില്ല. ശരി ജയ്ക്ക്. ശ്രീ ജിൻഡോ, ഇടതുപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം കോൺഗ്രസിനെ കുറിച്ച് വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടിയിരിക്കുന്നു, അവരോട് സന്ധി ചെയ്തിരിക്കുന്നു, അതിൽ ഉള്ള അമർഷവും വിയോജിപ്പും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് 1 ഡസനോളം ആളുകൾ ഇടതു മുന്നണിയിലേക്ക് ചേക്കേറിയത്. അവരെല്ലാം ഡോക്ടർ സരിന് പിന്തുണ അറിയിച്ചിരിക്കുന്നു. ഇതിന് മറുപടി പറയാൻ കോൺഗ്രസിന് രാഷ്ട്രീയമായ ബാധ്യതയുണ്ട് എന്നതാണ് ഇവിടെ ജയ്ക്ക് പറഞ്ഞത്. ഈ സമാന സ്വഭാവത്തിലുള്ള ആരോപണം കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷനും ഉന്നയിക്കുന്നത് കേട്ടു. ഇപ്പോൾ PFIയുമായിട്ടുള്ള കൂട്ടുകെട്ട്, ആ വോട്ടുകൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവം പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു BJP ഈ ആരോപണം ഉന്നയിച്ചത്. ഇതിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ബാധ്യത ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് ഉണ്ടാകുന്നുണ്ടോ? അതൊരു പ്രധാന വിഷയമാക്കി അവതരിപ്പിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഗോപി പറഞ്ഞ വാചകത്തിൽ ചോദിച്ച ചോദ്യത്തിലെ ഒരു വാക്ക് ഞാൻ പ്രത്യേകം എടുത്ത് ഉപയോഗിക്കുകയാണ്. സമാനമായ ആരോപണം CPM നേതാക്കന്മാർ പറയുന്നതിന് സമാനമായ ആരോപണമാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റും കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന്. ഇവർക്ക് സമാനമായ ആരോപണമേ ഉന്നയിക്കാൻ പറ്റൂ. കാരണം ഇവർക്ക് 2 പേർക്കും ആരോപണം ഉന്നയിക്കാനുള്ള മെറ്റീരിയൽസ് ഒരു ഫാക്ടറിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബാക്കി ജയ്ക്ക് പറഞ്ഞ വിഷയത്തിലേക്കും ഗോപി ചോദിച്ച ചോദ്യത്തിലേക്കും വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ഞങ്ങൾ അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാതെ പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സ്ഥാനാർത്ഥി UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിനുശേഷം ചില ആസൂത്രിത പൊട്ടിത്തെറി നടത്തിക്കൊണ്ട് വിഷമം പങ്കുവെച്ചുകൊണ്ട് പോയ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8.25 വർഷമായിട്ട് കാണാതെ പോയ മനുഷ്യരെ അവരെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ, ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം, നമ്മൾ ഇന്നിപ്പോൾ കർഷകരുടെ ഒരു മണ്ണാണല്ലോ പാലക്കാട്. ഈ കർഷകരുടെ കടാശ്വാസം, കർഷകരുടെ നെല്ല് സംഭരിച്ചിട്ട് പണം കൊടുക്കാത്തത്, കൊയ്ത്ത് യന്ത്രം പോലും കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെ നിരന്തരം കർഷകരുടെ കണ്ണീരിൽ കുതിർന്ന മണ്ണാണ് പാലക്കാട്. ആ കർഷക വിലാപത്തിന് അറുതി വരുത്താൻ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരിനോ സാധിച്ചിട്ടുണ്ടോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ പോലും സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടി വിട്ട് കൂട്ടബലാത്സംഗ ടീമിലേക്ക് കൂറുമാറിപ്പോകുന്ന ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് CJP മുന്നണിയാണ്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് രൂക്ഷമായ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന, വലിയ വെള്ളക്കരത്തിൽ നട്ടം തിരിയുന്ന, ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ദുസ്സഹമായ ജീവിത സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ അടിയുറച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അതിനപ്പുറത്ത് ഇവർ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളെ ഒക്കെ ഞങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. കൂറുമാറിപ്പോയ സ്ഥാനാർത്ഥിയുടെ കൂറുമാറ്റത്തിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാതിരായ്ക്ക് നടത്തിയ നീലപ്പെട്ടിക്കകത്തെ ആ തുണിപ്പെട്ടി തുറന്നുകൊണ്ടുള്ള പരിശോധനയെക്കുറിച്ച് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസമെന്ന് ഇവർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം, ഇത് അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് ജയ്ക്ക് പറഞ്ഞത്. അങ്ങനെയാണ് ഈ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് CPM അടിച്ചേൽപ്പിച്ചത് തെരഞ്ഞെടുപ്പാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഓരോ മുന്നണിക്കും പാർട്ടിക്കും അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള തീരുമാനമെടുക്കാൻ അവകാശമെങ്കിലും CPMന്റെ പ്രതിനിധി ഞങ്ങൾക്ക് വിട്ടു തരണം. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട്, ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഷാഫി പറമ്പിലിനെ പാർലമെന്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ബൈ ഇലക്ഷൻ വന്നു. നിങ്ങളും അങ്ങനെയല്ലേ K രാധാകൃഷ്ണനെ ചേലക്കരയിൽ നിന്ന് മാറ്റി നിങ്ങൾ ആലത്തൂർ മത്സരിപ്പിച്ചത്? അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്തത്? അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ്. അതിനെ അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ചേലക്കരയിലും അത് ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ള കാര്യം താങ്കൾ മറക്കാൻ പാടില്ല. അടുത്തത് താങ്കൾ പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആളുകളെ. ഇവിടെ കൊഴിഞ്ഞാമ്പാറയിൽ ഒരു ലോക്കൽ കമ്മിറ്റി ഒന്നടങ്കം വിമത സമ്മേളനം വിളിച്ചത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഷുക്കൂർ എന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി രാവിലെ പൊട്ടിക്കരയുന്നു. അതിനുശേഷം നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം മാധ്യമങ്ങൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്നു. ഇറച്ചിക്കടകളെ പട്ടികളെ എന്ന് പൂരെ തെറി വിളിക്കുന്നു. അത് കഴിഞ്ഞ് കഴുത്തെ കുടുക്കിട്ട് പിടിച്ചുകൊണ്ടാണ് ആ പോയ ഏരിയ കമ്മിറ്റി അംഗത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. ഷുക്കൂറിന് ഒരു സങ്കടവും വിഷമവും ഇല്ലെന്നാ പറയാ. ഷുക്കൂറിന്റെ മുഖം കണ്ട
കണ്ടാൽ നമുക്ക് പാവം തോന്നും. കാരണം പണ്ട് കലാഭവൻ മണിയുടെ ഒരു സിനിമയെ പറഞ്ഞ പോലെയാ, തോമസ് ആറ് പാവ എന്ന് പറഞ്ഞ് കഴുത്തി ഇറുക്കി പിടിച്ചുകൊണ്ട് പേടിപ്പിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോകാൻ താല്പര്യമുള്ളവർ പോകട്ടെ, വരാൻ താല്പര്യമുള്ളവർ വരട്ടെ. ഞങ്ങൾ ഇത് തുറന്നിട്ട് വാതിലാണ് ഞങ്ങളുടെ പാർട്ടി. അല്ലാതെ പാർട്ടി വിട്ടു പോകുന്ന ആളുകളെ കുലംകുത്തി എന്ന് വിളിച്ച് ഇന്നോവ വിട്ട് കൊന്നതിന് ശേഷം വീണ്ടും കുലംകുത്തി എന്ന് വിളിക്കുന്ന പരിപാടി കോൺഗ്രസിന് ഇല്ല. ഇനി രണ്ടാമത്തെ താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, തീവ്രവാദികളുടെ വോട്ട് വേണ്ടെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും പാലക്കാടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തോട് ഏതൊക്കെ സമയം മാധ്യമങ്ങളും പൊതുസമൂഹം ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു തീവ്രവാദ സംഘടനകളുടെയും തീവ്രവാദികളുടെയും വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ താല്പര്യത്തിൽ, മതനിരപേക്ഷ മുദ്രാവാക്യത്തിൽ BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് മതന്യൂനപക്ഷങ്ങളും അല്ലാത്ത ആളുകൾക്കും നേരിടുന്ന വലിയ പ്രതിസന്ധിയെ അഡ്രസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ, ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കുമ്പോൾ കോൺഗ്രസിലോട്ട് ആകർഷകരായിട്ട് വരുന്ന ആരുടെയും വോട്ട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഞങ്ങൾ സംഘടനാപരമായി ഒരാളുടെ പോലും വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. ഞങ്ങൾ പക്ഷേ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും വോട്ട് അഭ്യർത്ഥിക്കും. അതിൽ CPM-കാർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ CPM-കാർക്ക് ചെയ്യാം, RSS-കാർക്ക് ചെയ്യണം എന്ന് തോന്നിയാൽ RSS-കാർക്കും ചെയ്യാം. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈപ്പത്തി ചിഹ്നം കണ്ടിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം കേട്ടിട്ട് വോട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത്തരം വ്യക്തിപരമായിട്ടുള്ള ഓരോ വോട്ടും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജയിക്കുമെന്ന്. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പുതുപ്പള്ളിയിൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ പ്രചരണങ്ങൾ നടത്തി. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും അവരുടുക്കുന്ന വസ്ത്രത്തെയും വരെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്ര ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതുപോലെ തന്നെ തൃക്കാക്കര ബൈ ഇലക്ഷൻ, ഈ 2 ബൈ ഇലക്ഷനും കേരളത്തിലെ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണം. അത് കഴിഞ്ഞിട്ട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ വിജയം ഞങ്ങൾ നേരിടാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്താ, SNDP-യുടെ വോട്ട് കിട്ടിയില്ല, ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടിയില്ല, ന്യൂനപക്ഷങ്ങൾ അകന്നു പോയെന്ന്. ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നും അകന്നു പോയതല്ല, സാധാരണ മനുഷ്യർ പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് ആ തെരഞ്ഞെടുപ്പുകളിൽ ചെയ്തത്. അതിന് സമാനമായി പാലക്കാട് ഞങ്ങൾ ജയിച്ചിരിക്കും. ഇവിടെ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നത് ശ്രീ ജിജി ജോസഫ്, പാലക്കാട് നഗരസഭ BJP ഭരിക്കുകയും ഈ സംസ്ഥാനത്ത് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന A ക്ലാസ് മണ്ഡലം എന്ന നിലയിൽ BJP-യെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്ന മണ്ഡലത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ E ശ്രീധരനെ പോലെ സമ്മതനായ ഒരു സ്ഥാനാർത്ഥി BJP-ക്ക്, അതായത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കാവുന്ന, ഏറ്റവും BJP-ക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന തെരഞ്ഞെടുപ്പായിരുന്നു, മത്സരമായിരുന്നു കഴിഞ്ഞ തവണ നടന്നത്. അവിടെ BJP-ക്ക് വിജയിക്കാൻ കഴിയാതെ പോയപ്പോൾ നിങ്ങൾ കണ്ടെത്തിയത് ഒരു ക്രോസ് വോട്ടിലൂടെ ഷാഫി പറമ്പിലിനെ വിജയം നേടാൻ കഴിഞ്ഞു, അതിൽ CPM സഹായിച്ചു എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ അതേ സാഹചര്യത്തിൽ വീണ്ടും പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP നേരിടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആക്ഷേപം CPM-മായി സന്ധി ചേർന്നിരിക്കുന്നു, ഒറ്റ കൂട്ടുകെട്ടിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ്. ഈ ആരോപണത്തിന് ശക്തി പകർന്നതാകട്ടെ നിങ്ങളുടെ ക്യാമ്പിൽ ഇന്നലെ വരെ സംഘപരിവാർ ആശയങ്ങൾക്ക് വേണ്ടി നിന്നിരുന്ന, നിങ്ങളുടെ കൊടി പിടിച്ചിരുന്ന സന്ദീപ് വാര്യർ തന്നെ പരസ്യമായി അത് പറഞ്ഞതിലൂടെയാണ്. BJP-യുടെ വിജയക്കുതിപ്പിന് പ്രതിരോധത്തിലാക്കുന്നുണ്ടോ ഈ ആരോപണങ്ങൾ? ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്കില്ലേ? അല്ല, വിജയക്കുതിപ്പിന് എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? CPM-നുള്ള വോട്ടിൻ്റെ അവരുമായിട്ട് ഞങ്ങൾ സഖ്യത്തിലാണെന്ന് ഞങ്ങളുടെ പാർട്ടി വിട്ടുപോയ ആൾ പറയുകയാണെങ്കിൽ പിന്നെ വിജയക്കുതിപ്പിന് ആക്കം കൂടുകയല്ലേ ഉള്ളൂ. അവരുടെ കുറേ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾ ജയിക്കുമല്ലോ. ഇതാരാ ഈ ആരോപണം ഉന്നയിക്കുന്നത്? പരാജയം മണക്കുന്നവരെ ആണ് ഈ ആരോപണമൊക്കെ ഉന്നയിക്കുന്നത്, അല്ലാത്തവരാരും ആരോപണം ഉന്നയിക്കുന്നില്ല. പിന്നെ വലിയ മേനി പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഞങ്ങളാണ് ജയിച്ചതെന്ന് ജിൻഡോ പറയണ്ടല്ലോ. ജിൻഡോ കഴിഞ്ഞ പ്രാവശ്യം ആര് വോട്ട് ചെയ്താൽ ജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതായത് താമര വിരിയാതിരിക്കാൻ, കേരളത്തിൽ താമര വിരിയാതിരിക്കാൻ CPM നിങ്ങളെ സഹായിച്ചു എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അന്ന് ഷാഫി ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകടനം നടത്തിയതും ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തു നോക്ക്, CPM ഹാൻഡിലുകളിൽ മുഴുവൻ ഷാഫിയുടെ ഒരു വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരളം മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, ഷാഫി ജയിച്ചാൽ മതിയായിരുന്നു എന്നാണ് അവിടുത്തെ CPM ആളുകളുടെ, കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ആഗ്രഹം. അതിന് മതിയായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ വലിയ കാര്യമൊന്നും പറയണ്ട. ഞങ്ങൾ പറയുന്നത് ഈ പ്രാവശ്യം എങ്ങനെ വന്നാലും
ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെയും ഗ്രാമപഞ്ചായത്തുകളിലെയൊക്കെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിൽ നിങ്ങൾ രണ്ട് മുന്നണികളും കൂടെ ചേർന്നിട്ട് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ രണ്ട് മുന്നണിയും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള പ്രമേയങ്ങൾ ഏതൊക്കെയാണ്? മദനിക്ക് വേണ്ടിയുള്ള പ്രമേയം, CAA വേണ്ടിയുള്ള പ്രമേയം, അതുപോലെ മുനമ്പത്തിന് വേണ്ടി വഖഫ് ബില്ലിനെതിരെയുള്ള പ്രമേയം. നിങ്ങളുള്ള ഒറ്റക്കെട്ട്. നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയ രാജസ്ഥാനിൽ ചെന്ന് കോൺഗ്രസ് CPM സീറ്റ് കൊടുക്കുന്നു, ജയിപ്പിക്കുന്നു. തമിഴ്നാട്ടിൽ പോകുന്നു, സീറ്റ് കൊടുക്കുന്നു, ജയിപ്പിക്കുന്നു. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെന്ന് ഡൽഹി ചെന്നിട്ട് രാഹുൽ ഗാന്ധി സിന്ദാബാദ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് വെറുതെ തർക്കം പറയുക, ഞങ്ങളും അവരുമായിട്ട് ബന്ധമാണ്, ഇവർ പറയാണ് ഞങ്ങൾ കോൺഗ്രസുമായിട്ട് ബന്ധമാണ്. ഈ ബന്ധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ പരാജയം മണത്തു. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ സുനിശ്ചിതമായ ഒരു വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് വിരൽ പിടിച്ചിട്ടാണ് നിങ്ങൾ ഈ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത്. നിങ്ങൾ ഓരോ വിഷയത്തിലും നിങ്ങളെടുത്ത നിലപാടുകൾ പറ. നിങ്ങൾ ഇന്ന് കെ സുരേന്ദ്രൻ വരെ പറഞ്ഞല്ലോ, SDPI ഭീകര സംഘടന, തീവ്രവാദി സംഘടനകളുടെ വോട്ട് വേണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. സമ്മതിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തീവ്രവാദി സംഘടനയാണോ? അവരെ രാഷ്ട്രീയ പാർട്ടി തീവ്രവാദി സംഘടനയാണോ? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ. എന്നിട്ട് അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയട്ടെ. അത് പറയില്ലല്ലോ. ഇങ്ങനെ വെറുതെ അങ്ങ് അടിച്ചു പോലെ തീവ്രവാദി സംഘടനകളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി സംഘടനയാണ്. ആ സംഘടന നിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. ആ SDPI നിങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ നിങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെ കാര്യം പറഞ്ഞെന്തിനാ? ഞാൻ 5 കൊല്ലം മുമ്പ് പറഞ്ഞതല്ലേ എന്ന് പറയുന്നത്. നിങ്ങൾ തൃക്കാക്കര പറഞ്ഞാണല്ലോ ഞങ്ങൾക്കത് വേണ്ടെന്ന്, ആ പിന്തുണ വേണ്ടെന്ന്, ഈ SDPI പോലുള്ള സംഘടനകളുടെ പിന്തുണ വേണ്ടെന്ന്. ഇപ്പം എന്താ ഒന്നും മിണ്ടാത്ത? നിങ്ങൾ ഇവരെല്ലാവരുമായിട്ട് ബന്ധത്തിലാണ്. ജമാഅത്ത് ഇസ്ലാമി പിന്തുണ നൽകിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ തീവ്രവാദി സംഘടനകളും നിങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം പറയില്ല, വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഈ നാട്ടിൽ നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ മറന്ന് നിങ്ങൾ ഒരു വിഭാഗത്തേക്ക് മാറി. നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരാൾ വന്നാൽ ആ ആളെ പാണക്കാട് കൊണ്ടുപോയി ആദ്യം അവിടെ കൊണ്ടുപോയി കാണിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടെയല്ല, അത് മാത്രമല്ലല്ലോ മതമേലധ്യക്ഷന്മാരായിട്ടോ ആത്മീയ നേതാക്കന്മാരായിട്ട് കേരളത്തിലുള്ളത് വേറെ ഉണ്ടല്ലോ. തട്ടിൽ പിതാവുണ്ടല്ലോ, അതുപോലെ പക്ഷേ ശ്രീ ജിജി ജോസഫ്, ഈ ആരോപണങ്ങൾക്കൊക്കെ ബലം കൊടുത്തത് സന്ദീപ് വാര്യർ നിങ്ങളുടെ പാളയത്ത് നിന്ന് പോയ ആളാണ്. സന്ദീപ് വാര്യർ ചോദിക്കുന്നതാണ്, ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെ? UAPA പ്രകാരം ചുമത്തപ്പെട്ട ഒരു കേസിൽ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയത് എങ്ങനെ? ബലിദാനികൾക്കൊപ്പം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന ശീലം സംഘപരിവാർ സംഘടനകൾക്ക് എന്നു മുതൽ ഉണ്ടായി? BJP CPM അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ പാർട്ടി വിട്ടത്. ഇങ്ങനെയൊക്കെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്നലെ വരെ സംഘപരിവാർ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ശബ്ദിച്ച സന്ദീപ് വാര്യറാണ്. അല്ല, ഈ പാർട്ടി വിടുന്നവരെല്ലാവരും എന്തെങ്കിലും പറയണ്ടേ? ഒന്നും പറയാതെ അങ്ങ് പോകാൻ പറ്റുമോ? അവിടെ ചെന്ന് മുഴുവൻ മൈക്കുകളും ഫ്രണ്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും പറയണം. അവിടെ ആർക്കൊക്കെയാണ് ജാമ്യം കിട്ടിയത്? ആ നേരിട്ട് പങ്കാളിത്തമില്ലാത്ത ചായ മേടിച്ച് കൊടുത്തവനും അറിയാതെ സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോയവനും ഒക്കെയാണ് ജാമ്യം കിട്ടിയത്. ബാക്കി എല്ലാവരും അകത്താണ് സാർ. സന്ദീപിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പല കാര്യങ്ങളും പറയും. ഒരാൾ പാർട്ടി വിടുമ്പോൾ പല കാര്യങ്ങളും പറയണം. സന്ദീപ് ആദ്യം പറഞ്ഞെന്താ, എനിക്ക് കസേര കിട്ടിയില്ല. രണ്ടാമത് പറഞ്ഞെന്താ, സുരേന്ദ്രേട്ടൻ മഹാനാണ്, മറ്റേ രണ്ടുപേര് മഹാവൃത്തികെട്ടവരാണ്. ശരി, അത് കഴിഞ്ഞ് സുരേന്ദ്രേട്ടൻ അങ്ങേയറ്റത്തെ കുഴപ്പക്കാരനായി മാറി. പിന്നീട് ഇപ്പോൾ PK കൃഷ്ണദാസും MT രമേശും AN രാധാകൃഷ്ണനും എല്ലാവരും ധൈര്യമില്ലാത്തവരായി. എൻ്റെ പൊന്നു സാർ, ഈ പാർട്ടിയിൽ ആളുകൾ നിൽക്കുന്നത് പ്രചാരകന്മാരെ കുറിച്ചറിയോ? അവർ വിവാഹ ജീവിതം ഇല്ലാത്തവരാണ് ഈ സംഘടനയ്ക്കകത്തുള്ളത്. P പരമേശ്വർജി, R ഹരിയേട്ടൻ, സേതുവേട്ടൻ, PP മുന്തേട്ടൻ, പിന്നെ ഗോപാലകൃഷ്ണൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഈ വെളിച്ചത്തിലൊന്നും ഒരിക്കലും വന്നിരുന്നിട്ടില്ലെന്നേ. അങ്ങനത്തെ ഒരു നയിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനമാണ് ഇത്. ആ പ്രസ്ഥാനത്തിൽ എനിക്കൊരു കസേര കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടിപ്പോകുന്നവരുടെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങനെ ഇറങ്ങി പോകാനാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇറങ്ങിപ്പോകാനുള്ളൂ. ഇവരൊന്നും ഇറങ്ങിപ്പോയില്ല. ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവരാ, തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടേയില്ല. ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി, ഈ ആശയത്തിന്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരുടെ മുഴുവൻ ജീവിതവും ഈ പാർട്ടിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക. അവരെ കണ്ടിട്ടാണ്, ആ ആദർശത്തിന്റെയും അവർ മുന്നോട്ട് പോയതിന്റെ പിൻപറ്റിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ എനിക്കൊരു കസര ഇട്ടില്ല. ഞാൻ കഴിഞ്ഞ തവണ ഷാഫി പറമ്പലിന്റെ വിജയത്തെ കുറിച്ച് പഠിച്ചപ്പോൾ
അത് അവസാനമായി കണ്ണാടി പഞ്ചായത്തിലും മാത്തൂരിലും വോട്ടെണ്ണുമ്പോൾ, അതായത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണിയപ്പോൾ അവിടെ ഷാഫിക്ക് ഒടുവിൽ ജയിക്കാൻ കഴിഞ്ഞു. ഇത് CPM-ന്റെ ഒരു കൈ സഹായം കൊണ്ടാണ് ഈ ജയം സാധ്യമായത് എന്ന വിമർശനങ്ങൾ അന്ന് തന്നെ വന്നതാണ്. കോൺഗ്രസ് അന്നതിനെ സെക്കുലാർ വോട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചു. ഏതായാലും ഷാഫിയുടെ അന്നത്തെ വിജയത്തിന് പിന്നിൽ ഇങ്ങനെ ചില കളങ്കിതമായ ഇടപെടലുകൾ എന്ന് ഞാൻ അതൊരു കോട്സിൽ പറയുകയാണ് ഉണ്ടായി എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയമായി ഒരു ന്യൂനപക്ഷ പ്രശ്നത്തെ ഉയർത്തുന്നുണ്ടല്ലോ. അതായത് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പാണക്കാട് തങ്ങളെ വിമർശിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിയെ പോകുന്നു, ബാബറി മസ്ജിദ് ഇഷ്യൂവിൽ എടുത്ത നിലപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വിമർശിക്കുന്നു. ഇപ്പോൾ ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ വോട്ട് അത് ചോദിച്ചുകൊണ്ട് കോൺഗ്രസ് ജനങ്ങളുടെ അടുത്ത് എത്തുന്നു. ഈ സ്വഭാവത്തിൽ ഇന്നിപ്പോൾ MP രാജേഷ് പറഞ്ഞത് എല്ലാം വ്യാജമാണ്, ന്യൂനപക്ഷ പ്രേമം പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് വ്യാജമാണ്, അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്നത് എന്നാണോ ഇടതുമുന്നണി കരുതുന്നത്? അതല്ലെങ്കിൽ പിന്നെ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലൂന്നിയുള്ള ഈ ഇടപെടലുകൾ നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാണ് നടത്തുന്നത്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്, തെരഞ്ഞെടുപ്പ് സംബന്ധവുമാണ്, തർക്കമില്ല, ഞാൻ അതിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ തൊട്ടുമുമ്പ് ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി ഞാൻ ന്യായമായ ചില കാര്യങ്ങളിലെ സംശയങ്ങൾ, കോൺഗ്രസിനുള്ളിലുണ്ടായ അന്തചിന്തകൾ, നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുതൽ DCC ജനറൽ സെക്രട്ടറിയും ദളിത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും പിരായിരി ഗ്രാമപഞ്ചായത്ത് അംഗവും കുടുംബവും വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡസനിലേറെ കോൺഗ്രസ് നേതാക്കന്മാർ രാജിവെച്ച് പോയ കാര്യം സൂചിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായമല്ലല്ലോ, അവർ കേരളത്തിന്റെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ വിളിച്ചു പറഞ്ഞ അഭിപ്രായമല്ലേ. നിങ്ങൾക്ക് വർഗീയതയ്ക്ക് മുമ്പിൽ സത്യസന്ധമായ നിലപാടില്ല, വർഗീയത എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മുട്ടിലഴയും, ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ നിങ്ങൾ നിലത്തെഴയും, ശാഖ ആക്രമിക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ പോയി കാവൽ കിടക്കും. ഇതൊക്കെ പറഞ്ഞത് ഞങ്ങളാരുമല്ലല്ലോ, ഇതൊക്കെ പറഞ്ഞത് കേരളത്തിലെ പരിണിത പ്രജ്ഞരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പ്രതീതി നിർമ്മാണം നടത്തിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് മുതൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വരെയല്ലേ. അതിനെതിരെയുള്ള സ്വാഭാവിക പ്രതിഷേധമല്ല ഉയർന്നു വന്നത്. ആ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ എന്താ കോൺഗ്രസ് പ്രതിനിധിയുടെ മറുപടി? ഞങ്ങൾ കുലംകുത്തി ഒന്നും വിളിച്ചില്ല, ഞങ്ങൾ ആരും തൊട്ടിട്ടില്ല, ഞങ്ങളൊന്നും രോമത്തെ പോലും സ്പർശിച്ചിട്ടില്ല. എൻ്റെ കോൺഗ്രസ് പ്രതിനിധി ഇങ്ങനെ വന്നിരുന്ന് ന്യായം പറഞ്ഞ് സ്വയം മറ്റെന്തെങ്കിലും ആകാൻ വേണ്ടി നിൽക്കേണ്ടതുണ്ടോ? ആരായിരുന്നു ലാൽജി കൊള്ളന്നൂര്? ആരായിരുന്നു മധു ഈച്ചിരത്ത്? CPM-ന്റെ നേതാക്കന്മാരാണോ? നിങ്ങൾ കൊന്ന് അറപ്പ് തീർന്നു കഴിഞ്ഞപ്പോ സ്വന്തം കൊടി പിടിച്ച് നടക്കുന്ന നിങ്ങളുടെ കൂടെയുള്ളവന്മാരെ വെട്ടിക്കൊന്നു കളഞ്ഞു ഇല്ലേ? മധു ഈച്ചിരത്തിന്റെ ലാൽജി കൊള്ളന്നീരിന്റെ മാതാപിതാക്കൾ ചങ്കുതല്ലി വിളിച്ചു പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് എന്നെ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയിപ്പിക്കണോ? അതുകൊണ്ട് അനാവശ്യമായിട്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. പോയാൽ കോൺഗ്രസ് പ്രതിനിധിക്കെന്നല്ല, നിങ്ങളുടെ മൂത്താപ്പമാർക്ക് പോലും ഒരു സംവാദത്തിലും വന്നിരുന്ന് മറുപടി പറയാൻ കഴിയാതെ വരും. അതുകൊണ്ട് കുത്തിയതിന്റെയും കൊന്നതിന്റെയും ഒക്കെ കണക്കെടുത്ത് വെച്ചാൽ ആ എണ്ണത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ്സുകാരെ കൊന്നിടത്തോളം വരില്ല മറ്റൊന്നും എന്നുള്ളത് ചരിത്രബോധമുള്ള ഏത് മലയാളിക്കും, കേട്ടല്ലോ, ഏത് മലയാളിക്കും ബോധ്യം വരും. പിന്നെ കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറഞ്ഞു, പാലക്കാട് ചർച്ച ചെയ്യുന്നത് കർഷകരുടെ കണ്ണീരും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ചർച്ച ചെയ്യാമെന്നേ. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു 10 കാര്യം നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് അങ്ങേക്ക് പറയാൻ കരളുറപ്പുണ്ടോ? ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഒരു സ്റ്റേഡിയം പണിത് ഇന്ദിരാഗാന്ധിയെ അപമാനിച്ച കോൺഗ്രസ് നേതാവ് ആരാ? അങ്ങേക്ക് കരളുറപ്പുണ്ടോ 24ന്റെ ചാനൽ സംഘത്തെ ഒന്ന് വെല്ലുവിളിക്കാൻ? ഇപ്പൊ പോയി ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് വാ. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പാലക്കാട് പണി കഴിപ്പിച്ചിട്ടുള്ള ആ സ്റ്റേഡിയം, അതിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എത്ര മാലിന്യക്കുഴിയുണ്ട്? അതിൻ്റെ ഉള്ളിലെ യഥാർത്ഥമായ സ്ഥിതി എന്താണ്? ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണ്? കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഓരോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതായത് UDF-ന്റെ സമയത്ത് നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ഇടിച്ചു നിരത്തിയ പൊതുവിദ്യാഭ്യാസ സ്ഥാപനമില്ലേ മലാപ്പുറം ഉൾപ്പെടെയുള്ള സ്കൂളുകള്? ആ സ്കൂളിനെ ഞങ്ങൾ അന്തർദേശീയ എത്തിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിലെ സ്വകാര്യ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തി. അപ്പോഴും തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഒറ്റ സ്കൂളേ ഉള്ളൂ. ഏതാ മണ്ഡലം? പാലക്കാടാണ് കോൺഗ്രസ് നേതാവ് മണ്ഡലം. ഏതാ സ്കൂള്? 10 വർഷം മുമ്പ് മുഖ്യമന്ത്രി CPM-നല്ലല്ലോ, അതെന്തായാലും കോൺഗ്രസ് പ്രതിനിധി അംഗീകരിക്കുമല്ലോ. 10 വർഷം മുമ്പ് ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപനം നടത്തിയിട്ടും ഇപ്പോഴും പറ്റിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഒരു സ്കൂളേ ഉള്ളൂ. അങ്ങയുടെ ദീർഘകാല കോൺഗ്രസ് പ്രാതിനിധ്യത്തിന്റെ അനുഭവമുള്ള പാലക്കാട് മണ്ഡലത്തിലെ മോയിൽ സ്കൂള്, ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ? ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് എന്താ മറുപടികളെന്ന് പറയാൻ? വിലക്കയറ്റത്തെ സംബന്ധിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അല്പമാസങ്ങൾക്ക് പുറകിൽ യൂണിയൻ ഗവൺമെന്റും കേരളത്തിലെ ചില മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട്. എന്താണ്? കേരള ദ സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ. ഇന്ത്യയാകെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് നേതാവേ എന്റെയും അങ്ങയുടെയും ആങ്കറുടെയും നാടായ നമ്മുടെ കേരളമാണ്.
പറഞ്ഞത് യൂണിയൻ ഗവൺമെന്റ് ആണ്, ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളാണ്. അപ്പൊ ഇതിനെയൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം, മെറിറ്റോറിയസ് ആയി തന്നെ ചർച്ച ചെയ്യാം. പിന്നെ പറയുമ്പോൾ എന്താണ്, അദ്ദേഹം പല പേരുകളെയും തെറ്റായിട്ടാണ് പ്രയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്നു അബ്ദുൾ ഷുക്കൂർ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആണെന്ന്. അങ്ങ് മനസ്സിലാക്കണം, CPM-ന് ആ പേരിൽ ഒരു ഏരിയ സെക്രട്ടറി പാലക്കാട് ഇല്ല. ഞങ്ങൾക്കൊരു ഏരിയ കമ്മിറ്റി മെമ്പർ ഉണ്ട്. അദ്ദേഹം അല്പം നേരത്തേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു. അദ്ദേഹം തിരിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ കൂടെ വന്നു. അതിശക്തമായി UDF-ന്റെ പരാജയത്തിനായിട്ടും ഇടതുപക്ഷത്തിന്റെ വിജയത്തിനായിട്ടും പ്രവർത്തിച്ചു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്ന നേതാവ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ അല്ല. അങ്ങ് ബാലപാഠമെങ്കിലും മനസ്സിലാക്കണം. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിൽ കൂടി പറഞ്ഞു ജേക്ക്. ഞാനൊരു ഇടവേള എടുക്കുകയാണ് ജേക്ക്. അടിയന്തരമായി എനിക്കൊരു ഇടവേള പോകണം. ഞാൻ അതിനുശേഷം ജേക്കിലേക്ക് ഞാൻ തിരിച്ചു വരാം. ജേക്ക്, ഞാനൊരു ബ്രേക്ക് എടുത്ത ശേഷം തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ പാലക്കാട്ട് തീപാറുന്ന ത്രികോണ മത്സരം നടക്കുമ്പോൾ മുന്നണികൾക്ക് വോട്ടർമാർക്ക് മുന്നിൽ വെക്കാനുള്ള പ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ എന്താണ്? ഏത് വിഷയങ്ങൾ പരിഗണിച്ചു വേണം വോട്ടർമാരിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടതെന്നാണ് മുന്നണികൾ കരുതുന്നത്? ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടർ പ്രൈം തുടരും. പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീണ് നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പാലക്കാട്ട് ഏത് സ്ഥാനാർത്ഥിക്കാണ് പിടിവള്ളി? ഇതാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരുന്നു. ജയ്ക്ക്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം ഞാൻ ജിൻഡോയിലേക്ക് പോകും. ന്യൂനപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, അത് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന് നേരെ തങ്ങൾക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ഈ മത തീവ്രവാദ സംഘടനകളുമായി കൂട്ടുണ്ട് എന്ന കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, എന്താണ് ഇടതു മുന്നണി ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പാർട്ടി അംഗങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാവുകയും DCC ജനറൽ സെക്രട്ടറി മുതൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി വരെ പോകുമ്പോൾ കോൺഗ്രസിന് പ്രയാസമില്ലാതിരിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ്. എന്തുകൊണ്ടാണ് അവരാകെ പറഞ്ഞത്? അങ്ങയുടെ ചോദ്യത്തിന്റെ നേർക്കുള്ള മറുപടി തന്നെയാണ് അവരാകെ പറഞ്ഞത്. അവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സുപ്രധാന ഘട്ടമെത്തുമ്പോൾ കോൺഗ്രസ് വർഗീയതയ്ക്ക് കീഴടങ്ങുന്നു, കോൺഗ്രസ് വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയ്ക്ക് മാത്രമല്ല. എന്തുകൊണ്ടാണ് ലീഗിന്റെ നേതാവിന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വരമുള്ളതായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ്? അങ്ങ് കാണുന്നില്ലേ? SDPIയുടെ പിന്തുണ SDPI പ്രഖ്യാപിച്ചുകൊണ്ട് ഇറക്കിയ അവരുടെ പത്രക്കുറിപ്പ്, ഞങ്ങളുടെ അല്ലല്ലോ, അവരുടെ പത്രക്കുറിപ്പിൽ SDPI പറയുന്നത് എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങളുടെ വോട്ടും പിന്തുണയും വേണ്ട എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ SDPI എന്ന ഞങ്ങളുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്നവർ പറയുന്നു. ഞാൻ ലളിതമായിട്ട് ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഒരു മത തീവ്രവാദിയുടെയും വോട്ട് വേണ്ട. അത് SDPI ആവട്ടെ, RSS ആവട്ടെ, ഒരു തീവ്രവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടം, അങ്ങനെ പറയാനുള്ള നട്ടല്, അങ്ങനെ പറയാനുള്ള കരളുറപ്പ് എന്തുകൊണ്ട് കോൺഗ്രസിനും ലീഗിനും ഇല്ല? അത് ഏത് മതനിരപേക്ഷവാദിയുടെയും ചോദ്യമല്ലേ? എന്റെയും അങ്ങയുടെയും കൺസേൺ അല്ലേ? എന്റെ മതവിശ്വാസത്തിന്റെ പേരിൽ എന്റെ അരികിലിരിക്കുന്ന ആൾ കൊല്ലപ്പെടാൻ പാടില്ല എന്നാണ് ഞാനും അങ്ങയും ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ? നൊന്തു തല്ലി ഒരു തീവ്രവാദിയുടെയും വോട്ട് വേണ്ടെന്നും തീവ്രവാദത്തിന്റെ കേരളത്തിലെ ഇന്ത്യയിലെ അനുഭവമായ പോപ്പുലർ ഫ്രണ്ടിന്റെയും RSSന്റെയും വോട്ടേ വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടം എന്തുകൊണ്ട് കോൺഗ്രസിനില്ല? അത് ലളിതമായ ചോദ്യമല്ലേ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിക്കുമ്പോഴോ, SDPIയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം IS-നെ കുറിച്ച് പറയും, RSS-നെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ലീഗിനെ കുറിച്ച് പറയും. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ശരി ജിൻഡോ, ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി. ഒന്ന് ഈ വർഗീയ കൂട്ടുകെട്ട് വേണ്ട എന്ന ഒരു ഉറച്ച ശബ്ദത്തിലുള്ള ഒരു നിലപാട് എടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? നേരത്തെ തന്നെ ഉന്നയിച്ച ആരോപണമാണ്. രണ്ട്, രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമല്ല, പാലക്കാടിന്റെ വികസന പ്രശ്നങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെങ്കിൽ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ, ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്നത്, പിന്നെ മോയൻ സ്കൂളിൽ എന്നോ കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് ഡിജിറ്റലൈസേഷൻ ഇപ്പോഴും എവിടെയും എത്താതെ കിടക്കുന്നത് എന്ന് തുടങ്ങി പാലക്കാട്ടുകാർ ദൈനംദിന ജീവിതത്തിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ വികസന മുരടിപ്പിന് അവിടെ കഴിഞ്ഞ 3 ടേമായി ആ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച UDF-ന്റെ ഷാഫി പറമ്പിൽ കൂടി ഉത്തരവാദിയല്ലേ? UDF-കാർ അതിന് മറുപടി പറയണ്ടേ എന്ന ചോദ്യത്തിനുമുള്ള താങ്കളുടെ പ്രതികരണം. തീർച്ചയായിട്ടും ഗോപി, ഞാൻ ഈ രണ്ട് വിഷയത്തിന് മാത്രം മറുപടി പറയുള്ളൂ. കാരണം ഞാനും കുറിച്ചു വെച്ചത് ആ പോയിന്റ് തന്നെയാണ്. ഇവിടെ ജയ്ക്ക് പറഞ്ഞ എന്താ, തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് SDPIയുടെയും RSSന്റെയും CPM-ന്റെയും
CPM എന്ന് പറയാൻ കാരണം ജയ്ക്ക് പറഞ്ഞത് കൂടെ ഇരിക്കുന്ന ആളുകളെ കൊന്നു കളയുന്നതാണ് തീവ്രവാദ സംഘടനകളുടെ സ്വഭാവമെങ്കിൽ അത്തരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സംഘടിതമായിട്ട് ആസൂത്രിതമായിട്ട് കൊന്നു കളഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേര് CPM എന്നാ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ CPM ആണ് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന. അതുപോലെ തന്നെ RSSന്റെയും SDPIയുടെയും PDPയുടെയും ആരുടെയും വോട്ട് സംഘടനാപരമായി ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ CPMലുള്ള ഏതെങ്കിലും ഒരു സഖാവിന് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തോന്നിയാൽ ആ വോട്ട് നേടുന്നതിന് ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ, ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ ആകൃഷ്ടരായിട്ട് CPMകാർ വോട്ട് ചെയ്താൽ ഞങ്ങൾ തടയുന്നത് എന്തിനാ? ഏതെങ്കിലും RSSകാരന് BJPയോടുള്ള എതിർപ്പ് മൂലം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തോന്നിയാൽ ഞങ്ങൾ എന്തിനാ വ്യക്തിപരമായിട്ടുള്ള വോട്ട് തടയുന്നത്? അതുപോലെ തന്നെ SDPIയുടെയും അതുപോലെ തന്നെ PDPയുടെയും നിങ്ങളുടെ ജയരാജന്റെ ആത്മകഥയ്ക്കകത്ത് PDP എന്ന് പറഞ്ഞ പാർട്ടി വർഗീയ സ്വഭാവമുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ലേ? ആ PDP പരസ്യമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ബൈ ഇലക്ഷനിലും നിങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPയുടെ പരസ്യ പിന്തുണ നിങ്ങൾക്കായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 30 വർഷക്കാലം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾക്ക് പിന്തുണ തരാതിരിക്കുമ്പോൾ ഇവരൊക്കെ വർഗീയവാദികൾ, മതരാഷ്ട്രവാദികൾ, തീവ്രവാദികളൊക്കെ ആകും. ഞാൻ പറയുന്നത് RSSന്റെയും വേണ്ട, CPMന്റെയും വേണ്ട, SDPയുടെയും വേണ്ട, PDPയുടെയും വേണ്ട, ഒരു വർഗീയ സംഘടനകളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇത്തരം സംഘടനകളിൽ ആകർഷകരായി കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് വ്യക്തിപരമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് ചെയ്യാൻ തോന്നിയാൽ ആ വോട്ട് വേണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അവർ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ആകർഷകരായിട്ട് ഈ സർക്കാരുകൾക്കെതിരെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ, ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധിയുടെ ഭാഗമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനത് തടയണം? അത് നിങ്ങൾക്കെതിരായിട്ടുള്ള ചൂണ്ടുപലകയായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ലേ? ഇനി കൊന്നതാണ് ഒരു തീവ്രവാദ സംഘടനയുടെ സ്വഭാവമെങ്കിൽ നവീൻ ബാബുവിനെ കൊന്നതിന്റെ പേരിൽ ജയിലിൽ കിടന്ന PP ദിവ്യ വലിയ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് പറഞ്ഞ ഒരാൾ ജയിക്കാണ്. ജയിക്കിനെ പോലുള്ള യുവജന സംഘടന നേതാക്കന്മാർ പരസ്യമായിട്ട് PP ദിവ്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ നിമിഷം വരെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ പോയി പിന്തുണ പറയുന്നു. പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാര്യ ജയിലിൽ പോയി PP ദിവ്യയെ സ്വീകരിച്ചാനയിക്കുന്നു. നിങ്ങളുടെ പാർട്ടിക്ക് ഇരട്ട നിലപാടല്ലേ? ഇരട്ട ചങ്കം ഭരിക്കുന്ന കേരളത്തിൽ ഈ പാർട്ടിക്ക് ഇരട്ട നിലപാടാ. 2 ഒപ്പുണ്ടെന്ന് പറയുന്ന, 2ൽ കൂടുതൽ മറ്റു പലതുമുണ്ടെന്ന് പറയുന്ന നേതാക്കന്മാരുള്ള പാർട്ടിയാണ് മറ്റാളുകളുടെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റി നോക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള, ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഷുക്കൂറിനെയും ഷുഹൈബിനെയും അതുപോലെ കൃപേഷിനെയും ശരത് ലാലിനെയും TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നിങ്ങളുടെ മുൻ സഹയാത്രികനെ ഉൾപ്പെടെ കൊന്നു കളഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പാർട്ടി CPM ആണ്. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ഇനി നിങ്ങൾ പറഞ്ഞ കേരളത്തിലെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നിങ്ങൾ കേരളത്തിലെ സ്കൂളുകൾ ഉയർത്തിയത്രേ. പാമ്പ് കടിയേറ്റ് കുട്ടികൾ മരിക്കുന്ന സ്കൂളാണ് അത്ര അന്താരാഷ്ട്ര സ്കൂള്. പട്ടിണി കിടക്കുന്ന സ്കൂളാണ് അത്ര അന്താരാഷ്ട്ര സ്കൂള്. ആ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വെക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാനില്ലാത്ത സ്കൂളാണ് അത്ര അന്താരാഷ്ട്ര സ്കൂള്. നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടൽ സമാനമായ സ്കൂളാണെന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ പറഞ്ഞേ? 5 സ്റ്റാർ ഹോട്ടലിൽ ആരെങ്കിലും പാമ്പ് കടിച്ച് മരിക്കാറുണ്ടോ ജയിക്ക്? 5 സ്റ്റാർ ഹോട്ടലിൽ അരി വയ്ക്കുന്നവർക്ക്, പാചകം ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കേണ്ട ജയിക്ക്? 5 സ്റ്റാർ ഹോട്ടലിലെ സൂപ്പർവൈസർമാര് അയലക്കത്തെ പറമ്പിൽ കപ്പക പറിച്ചിട്ടാണോ കറി ഉണ്ടാക്കുന്ന ജയിക്ക്? നാണമില്ല ഇതൊക്കെ പറയാനായിട്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ മോയിൻ സ്കൂളിന്റെ ഫണ്ട് അനുവദിക്കാനല്ല MLAക്ക് പറ്റൂ. ഇന്ന് രാവിലെ കൃത്യമായിട്ട് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ മുൻ MLA ഇപ്പോഴത്തെ നിങ്ങളുടെ കാഫിർ സ്ക്രീൻഷോട്ടിനെ അതിജീവിച്ചുകൊണ്ട് വടകരയിൽ നിന്ന് MP ആയിട്ട് ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ പോയ ഷാഫി പറമ്പിൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കൈരളി ചാനൽ മാത്രം കാണുന്നതുകൊണ്ട് കുഴപ്പം, മറ്റ് ദൃശ്യമാധ്യമങ്ങളും കൂടി ഇടയ്ക്കൊന്ന് കാണണം. മോയിൻ സ്കൂളിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നടപ്പാക്കേണ്ടത് ആരാ? ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരല്ലേ? മോയിൻ സ്കൂളുമായി ബന്ധപ്പെട്ട് 2 പിണറായി സർക്കാരിന്റെ, 1ാം പിണറായി സർക്കാരിന്റെ, 2ാം പിണറായി സർക്കാരിന്റെ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഷാഫി പറമ്പലിന്റെ നിലപാടിനൊപ്പമായിരുന്നു. എന്നിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാർ, ഉദ്യോഗസ്ഥ പ്രവർത്തകർ നിങ്ങൾ അത് നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ പാലക്കാട് ടൗൺ ഹാള്, അതുപോലെ മുനിസിപ്പൽ സ്റ്റേഡിയം, ഇതൊക്കെ പണിയാനായിട്ട് ഷാഫി പറമ്പലിന് ഫണ്ട് അനുവദിക്കാനും നയ തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. ഷാഫി പറമ്പലിന് കുമ്മായവും സിമന്റും കൂട്ടി അല്ലെങ്കിൽ കമ്പിയും സിമന്റുമായിട്ട് പോയി പണിയെടുത്താൻ പറ്റുമോ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ സകല സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലല്ലേ? നിങ്ങൾ എന്തേ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇത് അന്വേഷിക്കാൻ സമഗ്ര വികസനത്തിന് നേതൃത്വം കൊടുത്ത പിണറായി സർക്കാർ, ഞങ്ങളുടെ MLAമാർ നിങ്ങളുടെ നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വികസനം നടത്തുമെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് നടന്ന ആ 1,05,00,000 വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിൽ നടന്ന് തള്ളിയില്ലേ? നിങ്ങൾ ഷാഫി പറമ്പിൽ സഹകരിച്ചില്ലെങ്കിലും വികസനം നടത്തുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ അധ്യക്ഷരാക്കിക്കൊണ്ടല്ലേ പാലക്കാട് നവകേരള സദസ്സ് നടത്തിയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ വികസനം നടക്കാതെ പോയത്? വിലക്കുറവിനെ കുറിച്ച് പറയുന്നു. കേരളത്തിലെ എല്ലായിടത്തും വിലക്കുറവാണ്. ഇന്ത്യയിലെ ശരാശരി നോക്കുമ്പോൾ ഗോപി ഒരു കൂടി പറയാൻ കിട്ടും. വിലക്കുറവെന്ന് പറയും. കേരളത്തിൽ എല്ലായിടത്തും വിലക്കുറവുള്ള ഒരേ ഒരു വസ്തുവുള്ളൂ, അതിന്റെ പേരാ പിണറായി സർക്കാർ.
സാധാരണ മനുഷ്യർ ജയിക്കൊന്ന് പലചരക്കടയിൽ പോകണം, ജയിക്കൊന്ന് റേഷൻ കടയിൽ പോകണം, ജയിക്കൊന്ന് മെഡിക്കൽ ഷോപ്പിൽ പോകണം, പച്ചക്കറി കടയിൽ പോകണം. സാധാരണ മനുഷ്യർ പോകുന്ന ഇടങ്ങളിലൊക്കെ CPM-ന്റെ ഉന്നത നേതാക്കന്മാർ ഒരിക്കലൊന്നും പോകണം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾ എത്ര പേർ പലചരക്കടയിൽ പോയിട്ടുണ്ട്? 1 കിലോ അരിക്ക് എത്ര വില? നിങ്ങൾ പറയുന്നു അഖിലേന്ത്യാ തലത്തിൽ വിലക്കുറവാണെന്ന്. അഖിലേന്ത്യാ തലത്തിലെ വെച്ച് നോക്കുമ്പോൾ വിലക്കുറവല്ല ഞങ്ങൾക്ക് വേണ്ടേ. 8 വർഷം മുമ്പ് കേരളത്തിലുണ്ടായ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നിങ്ങൾ ഇത്രയും രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടുമ്പോൾ, ഇത്രയധികം നികുതി ഭാരം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുമ്പോൾ, വൈദ്യുതി ചാർജും വെള്ളക്കരവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ദുരിതക്കയത്തിൽ തള്ളുമ്പോൾ ഞങ്ങൾക്ക് എന്ത് നന്മയാണ് നിങ്ങൾ ചെയ്തതെന്ന്? ഞാൻ വരാം. BJP പ്രതിനിധി ജിജി ജോസഫിലെ ജിജി, ഈ കള്ളപ്പണം, അതോടൊപ്പം തന്നെ വ്യാജമദ്യം എന്ന് തുടങ്ങി വ്യാജമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു മിനിറ്റ് ജിന്നു, ഞാൻ വരാം. പ്രാദേശിക ഈ പാലക്കാട്ട് എന്ന് MP രാജേഷ് ഇന്ന് പറഞ്ഞു. ഇപ്പൊ കള്ളപ്പണം ചർച്ച ചെയ്യുമ്പോൾ കൊടകര കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങൾ പുറത്തു വരിക. പിന്നെ BJPക്ക് അകത്ത് നിന്നുള്ള പൊട്ടിത്തെറികളെ കുറിച്ച്, ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ചാണെങ്കിൽ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിച്ച് ഇന്ന് ഈ പരസ്യപ്രചാരണ ദിവസം സ്ഥാനാർത്ഥിക്കൊപ്പം നിർത്താൻ കഴിഞ്ഞെങ്കിലും ഫ്ലക്സ് ബോർഡ് എത്തിയതും ആ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടുണ്ടായിരുന്ന അതൃപ്തി അടക്കമുള്ള സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒക്കെ അവിടെ കിടക്കുന്നു. അതിന് പുറമെ രാഷ്ട്രീയമായ ആരോപണം, CPM-ഉം BJP-യും തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന ആരോപണം. ഈ കടമ്പകളൊക്കെ കടന്നു വേണ്ടേ കൃഷ്ണകുമാറിന് വിജയത്തിലേക്ക് എത്താൻ? അതിൽ നിങ്ങൾ പാലക്കാട്ടെ വോട്ടർമാർക്ക് മുന്നിൽ എന്ത് പറയും? അല്ല, ഈ കള്ളപ്പണ ആരോപണമൊക്കെ അത് ഇവരുടെ പോലീസല്ലേ അന്വേഷിക്കുന്നത്. അത് അന്വേഷിക്കട്ടെ. ഏത് അന്വേഷണത്തിന് നേരിടാൻ തയ്യാറാണെന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പത്രസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ മേലെ ഇനി ഒരു ചർച്ചയ്ക്ക് ഞാൻ ഈ സമയം എടുക്കുന്നില്ല. പകരം എനിക്ക് ജിൻഡോയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങൾ ഈ കൂട്ടിക്കെട്ടൽ പരിപാടി ഉണ്ടല്ലോ, അതായത് തീവ്രവാദി സംഘടനകൾ എന്ന് പറയുമ്പോൾ SDPI, RSS, CPM, പിന്നെ ഇനി ഏതൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ മുഴുവൻ പറയാം. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, SDPക്കാരൻ കഴുത്തിനോടിക്കും, വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടിക്കെട്ടുക. അപ്പോൾ അങ്ങനെ സോഫ്റ്റായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന പ്രൊഫസർ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെ നിങ്ങൾ യോജിപ്പാണോ പ്രകടിപ്പിക്കുന്നത്? നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഞങ്ങൾക്കറിയാം. കാരണം കോഴിക്കോട് നിങ്ങൾ ഇസ്രായേൽ വിരുദ്ധ പരിപാടി നടത്തുകയും അത് കോട്ടയത്ത് നടത്താതിരിക്കുകയും കൊച്ചിയിൽ നടത്താതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പുണ്ടല്ലോ, ആ ഇരട്ടത്താപ്പ് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മുനമ്പത്ത് വന്ന് നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് 2 പാർട്ടിക്കാർ പറയുകയും നിയമസഭയിൽ ചെന്ന് മറ്റൊരു നിലപാടെടുക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. അതുപോലെ എല്ലാ മേഖലയിലും നിങ്ങൾ പറയുന്നത് ഗ്രീൻ ആർമി എന്ന് പറയുന്ന ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് ആ സ്ക്വാഡിൽ ലീഗിൻ്റെയും കോൺഗ്രസിലെയും മുസ്ലിം നേതാക്കന്മാരെ മാത്രം വെച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെല്ലാവരും കൂടെ കൃത്യമായി പറഞ്ഞ് ഓരോരോ മുസ്ലിം പള്ളികളിലും കയറി വോട്ട് ചോദിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്നിട്ട് പറയുകയാണ് മതേതര വോട്ടുകൾ ഒന്നിച്ചു. ഇപ്പോൾ മതേതര വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ടാണോ? ന്യൂനപക്ഷത്തിലെ പക്ഷപാതം കാണിക്കുകയും ലീഗിൻ്റെ അടിമകളായി പോവുകയും ചെയ്തത് ആണ് ഈ കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലീഗിൻ്റെ അടിമയായി പോയി. അതുപോലെ എല്ലാ തീവ്രവാദി സംഘടനകളുമായിട്ട് മതേതര വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ടുകളായി മാറ്റപ്പെട്ടു. ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഈ തീവ്രവാദി സംഘടനകൾക്ക് അടിമപ്പെട്ടത് എന്ന് ഞങ്ങൾ പറയുന്നത്. അത് നിങ്ങൾ മുഖവിലക്കെടുക്കാതെ എല്ലാവരെയും കൂടി ജനറലൈസ് ചെയ്ത് പറയുക. നിങ്ങൾ വഖഫിൻ്റെ കാര്യത്തിൽ ഏത് നിലപാടാണ് എടുത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മുനമ്പത്തുള്ള ആളുകളുടെ അടുത്ത് നിങ്ങളുടെ നേതാക്കന്മാരൊന്നും പോകാത്ത? എന്താ? ഒരു നേതാക്കന്മാരും പോയില്ല. സുധീരൻ ഒരു പ്രാവശ്യം ഒന്ന് പോയി കഴിഞ്ഞതിൻ്റെ അനുഭവമൊക്കെ നിങ്ങൾ അവിടെ ചോദിച്ചാൽ അറിയാം. എന്തുകൊണ്ടാണ് പോകാത്തത്? ഇത്രയും കാലമായിട്ട് നിങ്ങൾ പോകാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് വഖഫ് ബില്ലിന് അനുകൂലമായിട്ടുള്ള നിലപാട് കോഴിക്കോട് നടത്തിയപ്പോൾ അതിന് പോയത്? എന്തിനാണ്? ഇവിടെ എന്താണ് പോകാത്തത്? എന്താണ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന നിലപാട്? എന്താണ്? നിങ്ങൾ പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത്. നിങ്ങളിങ്ങനെ അടിമകളാക്കിപ്പെടുമ്പോൾ, നിങ്ങൾ ഒരു വിഭാഗത്തിലേക്ക് മാത്രം ചുരുക്കപ്പെടുമ്പോൾ, നിങ്ങൾ തീവ്രവാദികൾക്ക് കുടപിടിച്ചു കൊടുക്കുമ്പോൾ ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വോട്ടിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം CPM-ന്റെ വോട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യം CPM-ന്റെ വോട്ട് കിട്ടില്ല എന്നൊരു തോന്നലുണ്ടായപ്പോൾ രാജ്യത്തുള്ള എല്ലാ തീവ്രവാദി സംഘടനകളുമായിട്ടും എല്ലാ വിഘടനവാദികളുമായിട്ടും എല്ലാ രാജ്യദ്രോഹ
പ്രസ്ഥാനങ്ങളുമായിട്ടും നിങ്ങൾ യോജിപ്പ് നടത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വെല്ലുവിളി നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അത് വൃഥാവിലാണ്. ഒരു കാരണവശാലും പാലക്കാട്ടുള്ള ജനത ഇത്തരം തീവ്രവാദി സംഘടനകൾക്ക് ഒരു കാരണവശാലും നിങ്ങളോടൊപ്പം നിൽക്കുകയില്ല. നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കും. ഈ പക്ഷേ ഈ സാധാരണക്കാരുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ദുസ്സഹമാക്കുന്ന വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ജിൻഡോ ജോൺ സംസാരിച്ചത്. അതിൽ താങ്കൾക്ക് CPM-നെതിരെ വിമർശനങ്ങളൊന്നുമില്ലേ BJP പ്രതിനിധിക്ക്? അല്ല, CPM-നെതിരെയുള്ള ഈ നാട്ടുകാർക്ക് ഇവിടെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് അവർ ഈ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന സമയത്ത് അവരെന്താ പറയുക, അവർ ആഗോള ഇൻഡെക്സ് എടുക്കും. എന്നിട്ട് ഇന്ത്യയിലെ എത്ര ശതമാനം ആളുകൾ പട്ടിണിയിലാണ്, എത്ര ശതമാനം ആളുകൾക്ക് ശമ്പളം കിട്ടുന്നില്ല, ഇതൊക്കെ വളരെ വിശാലമായിട്ട് പറയും. പക്ഷേ കേരളത്തിൽ KSRTCയിലെ ആളുകൾക്ക് സാലറി, പെൻഷൻ കിട്ടുന്നുണ്ടോ, അവർക്ക് സാലറി കിട്ടുന്നുണ്ടോ, അവർ ദുരിതത്തിലാണോ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നുണ്ടോ, എത്ര നാളത്തെ കുടിശ്ശികയുണ്ട്, ഇതുപോലെ സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ കുറിച്ച് ഒന്നും CPM സംസാരിക്കില്ല. CPM-നെ കുറിച്ച് കൂടുതൽ പ്രതിപാദിപ്പിക്കാത്തതിന്റെ കാരണം CPM എന്ന് പറയുന്ന കക്ഷി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേയല്ല. അതുകൊണ്ടാണ് CPM-നെ കുറിച്ച് അധികം പറയാത്തത്. CPM എന്ന് പറയുന്ന കക്ഷി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. ഭരണപരമായി പരാജയപ്പെട്ടു എന്ന് അവരുടെ EP ജയരാജൻ പുസ്തകം എഴുതിയപ്പോൾ ഞാനല്ല എഴുതിയത് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ അങ്ങേയറ്റം പരാജയമാണ്, തകർന്നിരിക്കുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞത് EP ജയരാജനാ, നമ്മളല്ല. അത് ഈ പരിസരത്ത് ഉള്ളിടത്തോളം കാലം അതിനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പാലക്കാട്ട് മത്സരത്തിൽ CPM ഒരു ഘടകമേ അല്ല. കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ BJP മറുപടി കാണും. ശരി, ഞാൻ വരാം. ശരി, ശ്രീ CR നീലകണ്ഠൻ, എനിക്കറിയാം താങ്കളുടെ ട്രെയിൻ എവിടെയോ വൈകിയത് കൊണ്ടാണ് താങ്കൾ ഈ ചർച്ചയിൽ എത്താൻ വൈകിയതെന്ന്. താങ്കൾ എത്തിയ ശേഷവും ഞാൻ താങ്കളിലേക്ക് എത്താൻ അല്പം വൈകിപ്പോയി, ക്ഷമിക്കണം. ശ്രീ CR നീലകണ്ഠൻ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഈ പ്രചാരണ ദിവസങ്ങൾ, ഈ കഴിഞ്ഞ 30 ദിവസം നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കിയാൽ, സാധാരണ ഈ മണ്ഡലത്തിലെ വികസനം എന്നതിനപ്പുറത്തേക്ക് വളരെ സങ്കീർണമായ, വളരെ സെൻസിറ്റീവായ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ വിവാദങ്ങളായി രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കോൺഗ്രസിന് മേൽ വർഗീയ തീവ്രവാദ സംഘടനകളുമായുള്ള കൂട്ടുകെട്ട് ആരോപിക്കപ്പെടുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വിമർശിക്കപ്പെടുന്നു. മറുഭാഗത്ത് സ്ഥാനാർത്ഥി നിർണയം തന്നെ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് CPM-നകത്തും പിന്നെ ഈ കൂടുമാറ്റം സംബന്ധിച്ച് സന്ദീപ് വാര്യരുടെ വരവ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നു. പിന്നെ കള്ളപ്പണം, പിന്നെ നീലപ്പെട്ടി എന്ന് തുടങ്ങിയിട്ടുള്ള, പിന്നെ EP ജയരാജൻ്റെ ആത്മകഥയും ആണെന്നും അല്ലെന്നുമുള്ള പരാമർശങ്ങൾ, വിവാദങ്ങൾ, ഇതൊക്കെ കണ്ടു. യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങളൊക്കെ തന്നെ പാലക്കാടിൻ്റെ ജനവിധിയെ അങ്ങേയറ്റം, അതെന്തായിരിക്കും അതിൻ്റെ പ്രവചനങ്ങളെ അങ്ങേയറ്റം സങ്കീർണമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ശ്രീ CR നീലകണ്ഠൻ ഈ 30 ദിവസത്തെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളെ താങ്കൾ കാണുന്നത്? എന്തായിരുന്നു അതിൻ്റെ സ്വഭാവം? എങ്ങനെ താങ്കൾ അതിനെ വിലയിരുത്തും? സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ 90%, നിങ്ങളിപ്പോൾ പറഞ്ഞ 90% വിവാദങ്ങളും ഒരർത്ഥമില്ലാത്തതാണ്. ഒരർത്ഥമില്ല. നമുക്ക് ചാനൽ ചർച്ചയിൽ ചർച്ച ചെയ്യാന്നുള്ളൂ. നിങ്ങൾ സാധാരണ മനുഷ്യരോട് നിങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യണമെന്ന് ചോദിക്കുക. പല കാരണങ്ങളുണ്ട്. ഒന്നാമത് അവർക്കൊരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യും. ഞാൻ CPM ആണ്, കോൺഗ്രസ് ആണ്, BJP ആണ്, അവർ UDF LDF വോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് വോട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ആളുകൾ ഏത് വിഷയത്തെ അനുസരിച്ച് വോട്ട് ചെയ്യുക. ഇവിടെ ഇരിക്കുന്നവരൊക്കെ രാഷ്ട്രീയ പണ്ഡിതന്മാരാണ്. ഞാൻ രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്. അർത്ഥത്തിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒരു കാര്യം, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന പോലെയല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 3 പേർക്കും അതറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന പോലെയല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യുക. അപ്പോൾ പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്തിനാണ് ഈ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത്? ഒന്ന്, ആ രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയം. ഞാൻ കണക്കാക്കുന്നത് കൃത്യമായി തങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഓരോ തെരഞ്ഞെടുപ്പിലും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങൾ പാർട്ടി മാറി വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, ഫ്ലോട്ടിംഗ് വോട്ട് എന്ന് നമ്മൾ അതിനെ സാങ്കേതികമായി പറഞ്ഞാൽ, എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തത്. ചിലർ അല്ലെങ്കിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ വേറെ എന്തെങ്കിലും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമുണ്ട്, അവരുടെ അപ്പോഴുള്ളൊരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വോട്ടിൽ
ഒരു 90% ഈ ഫ്ലോട്ടിംഗ് വോട്ടിൽ പ്രതിഷേധ വോട്ടാണ്, നിഷേധ വോട്ടാണ്. അതുകൊണ്ട് പോസിറ്റീവായി അല്ല അവർ വോട്ട് ചെയ്യുക. പോസിറ്റീവ് എന്ന് ഞാൻ പറഞ്ഞത് അവർക്കുള്ള ദേഷ്യം തീർക്കാനുള്ള ഒരു സംഗതിയായിട്ടാണ്. അതിപ്പോൾ ശബരിമല വിഷയമായാലും ശരി, ഭരണത്തിൻ്റെ വിഷയമായാലും ശരി, CAA ആയാലും എന്തായാലും ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഇപ്പോൾ ഇത്രയൊക്കെ ചർച്ച ചെയ്തു. കേന്ദ്ര ഇപ്പോൾ രണ്ട് സ്ഥലത്ത് പ്രതിപക്ഷമായ കോൺഗ്രസ് ഉണ്ട്, 2 സ്ഥലത്ത് ഭരിക്കുന്ന 2 കക്ഷികളുണ്ട്. ഞാൻ ഈ 3 പേരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 3 മണ്ഡലത്തിൽ കേരളത്തിൽ വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വയനാട് ഇപ്പോൾ ജയിക്കുമെന്ന് ഇതിൽ ആരാ ജയിക്കുക എന്നുള്ളത് തർക്കം ഉണ്ടാക്കിയ. ബാക്കി 2 മണ്ഡലങ്ങൾ 2 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലും തങ്ങൾ പരാജയപ്പെട്ടാൽ ഭരിക്കുന്ന കക്ഷി അവരുടെ പരാജയമാണെന്ന് സമ്മതിക്കുമോ, പ്രതിപക്ഷം അവരുടെ പരാജയമാണെന്ന് സമ്മതിക്കുമോ? ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുള്ളത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു കാര്യം എനിക്ക് തോന്നിയത്, ഈ ശ്രീധരനാണ് കഴിഞ്ഞ തവണയോട് മത്സരിച്ചത്. അദ്ദേഹം ഇത്തവണ ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ അദ്ദേഹമായിരുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ അത്രയധികം വോട്ട് കിട്ടിയത് എന്ന് BJPക്ക് ഉള്ള ആളുകൾ മനസ്സുകൊണ്ടെങ്കിലും സമ്മതിക്കും. അല്ല, BJPയുടെ ശക്തമായ വോട്ടാണ് അവിടെ ഈ ശ്രീധരന് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് അവർ വിശ്വസിക്കുന്നെങ്കിൽ എനിക്കൊരു വിരോധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. സ്ഥാനാർത്ഥി, അതാ ഞാൻ പറഞ്ഞ ഈ ഫ്ലോട്ടിംഗ് വോട്ടിൽ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്. താൽക്കാലികമായ പ്രശ്നങ്ങളിൽ വോട്ട് ചെയ്യുന്ന ഒരു 10% ആളുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ നേരത്തെ ചർച്ച ചെയ്ത നിങ്ങൾ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഇതിനകത്ത് പാലക്കാട്ടെ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് അവരുടെ അടിസ്ഥാന ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരിക്കും അവർ ഈ വിധിയെഴുത്തിന് ഒരുങ്ങുക, അല്ലാതെ രാഷ്ട്രീയ വിഷയങ്ങൾ അവരുടെ പരിഗണനയിലേക്ക് വരികയില്ല. അല്ല ഗോപീഷ്ണൻ ഒരു പ്രശ്നം പറയണം. വിലക്കയറ്റം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണ്. വികസനം അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അല്ല, അതാണ് തീർച്ചയായും ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയ വിവാദങ്ങളാണ്. ക്ഷമിക്കണം, ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയ വിവാദങ്ങൾ. രാഷ്ട്രീയങ്ങളെക്കാൾ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാദ പ്രശ്നങ്ങൾ ഈ ഫ്ലോട്ടിംഗ് വോട്ടിൻ്റെ ഒരു 2-3% മാത്രം മാറുകയും, മറിച്ച് അടിസ്ഥാനപരം ഏത് പോയിന്റിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതാണ് എപ്പോഴും ഏത് തെരഞ്ഞെടുപ്പിലും ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ പോയിന്റിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കും, അത് അവരുടെ ഒരു രീതിയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏത് ക്രിട്ടിക്കൽ ഇതിലാണ്? ആ തെരഞ്ഞെടുപ്പ് പാലക്കാടും ചേലക്കരയും, ഞാൻ വയനാട് വിടുന്നത് അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണെന്നുള്ളതാണ്. ഈ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് UDF ജയിച്ചതാണ്, ഒന്ന് LDF ജയിച്ചതാണ്. UDF ജയിച്ച സ്ഥലത്ത് UDF പരാജയപ്പെടുന്നു എന്ന് നോക്കിയാൽ, LDF ജയിച്ചെടുത്ത് LDF പരാജയപ്പെടുന്നു എന്ന് നോക്കിയാൽ, ഞാനിപ്പോൾ വാദത്തിന് വേണ്ടി പറയുകയാണ്, എനിക്കറിയാം, ഞാൻ പ്രവചനാത്മകമായി പറഞ്ഞതല്ല. ഇവർ സമ്മതിക്കണ്ടേ? ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെടുന്നു, ചേലക്കരയിൽ UR പ്രദീപ് പരാജയപ്പെടുന്നു. ഞാൻ പറയുന്നത്, ഞാൻ തിരിച്ചാണ് ചോദിക്കുന്ന ചോദ്യം. ചോദിച്ചാൽ ഇപ്പോൾ ജയിക്ക് പറയുമോ, പ്രദീപ് പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ പാലക്കാട് 2 സീറ്റും അവർക്ക് നഷ്ടമായാൽ അവർ പറയുമോ പിണറായി ഗവൺമെൻറ് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്? പറയില്ല. ജിൻഡോ ജോൺ പറയും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്? ജിൻഡോ ജോൺ പറയില്ല. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടെത്തുന്ന ന്യായം എന്താ? BJP അങ്ങോട്ട് വോട്ട് ചെയ്തു, CPI അങ്ങോട്ട് വോട്ട് ചെയ്തു. ആളുകൾ പോളിംഗ് ബൂത്തിൽ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ 50% കൂടുതൽ ആളുകളെങ്കിലും പോളിംഗ് ബൂത്തിൽ പോകുന്നത് രാഷ്ട്രീയം അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അതിൽ രാഷ്ട്രീയം ഉണ്ടാവാം, വിവാദം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനേക്കാളും പ്രധാനമാണ് ഈ ഫ്ലോട്ടിംഗ് വോട്ടിനെ എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ചില രാജ്യങ്ങളിൽ കഴിഞ്ഞ തവണ ഞാനൊരു ഇടവേള എടുക്കുകയാണ്. CR 77.39% കഴിഞ്ഞ തവണത്തെ പോളിംഗ്. 42,000 മുതൽ 45,000 വോട്ട് നേടുന്ന സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട്ട് ജയിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 80% ഒക്കെ പോളിംഗ് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ മുന്നണികൾക്കുണ്ട്. ഏതായാലും പാലക്കാട്ടുകാരുടെ ജീവൽ പ്രശ്നങ്ങളെ മുൻനിർത്തിയായിരിക്കുമോ അവർ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്? രാഷ്ട്രീയ വിവാദങ്ങൾ കേവലം ചർച്ചകൾക്കപ്പുറത്തേക്ക് വോട്ടറുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒന്നായി മാറില്ല എന്ന വിലയിരുത്തലിലേക്ക് കടക്കാറായോ? 3 മുന്നണികളുടെയും പ്രതിനിധികൾ നമ്മളോടൊപ്പമുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടർ പ്രൈം തിരിച്ചു വരുമ്പോൾ. ചർച്ചയിലേക്ക് വീണ്ടും ഞാൻ 3 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടുമാണ്. ഇതൊരു പ്രീ പോൾ ചർച്ചയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം കൃത്യമായി ഞാൻ വീതിക്കുന്നു. ജയ്ക്ക് 1.5 മിനിറ്റ് സംസാരിക്കാം, ജയ്ക്കിനും ജിൻഡോയ്ക്കും ജിജി ജോസഫിനും. പറഞ്ഞോളൂ ജയ്ക്ക്. അതെ, തീർച്ചയായിട്ടും എനിക്ക് അതിലധികം സമയം വേണം, ഞാൻ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ്, ആങ്കർ ഉൾപ്പെടെ അങ്ങ് എത്രമാത്രം ഗൗരവത്തോടെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്
പാലക്കാട് നഗരഹൃദയത്തിലെ ശ്രദ്ധേയവും പരമപ്രധാനവുമായ 3 കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചു. അതിലൊന്ന്, ഇനിയും ഡിജിറ്റലൈസ്ഡ് ആയിട്ടില്ലാത്ത, ഇനിയും അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത, എന്നാൽ പ്രഖ്യാപനം മാത്രം നടത്തി പാവങ്ങളെയും കുട്ടികളെയും പറ്റിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പാലക്കാട് കോൺഗ്രസ് MLA-യുടെ ചതിയുടെ പ്രതീകമായ മോയിൻ സ്കൂൾ എന്തുകൊണ്ട് മെച്ചപ്പെടുന്നില്ല? കോൺഗ്രസ് പ്രതി പറയുകയാണ്, അതിന് പിണറായി വിജയൻ സമ്മതിക്കണ്ടേ, ഞങ്ങൾക്ക് കാശ് കൊടുക്കാനല്ലേ അറിയൂ, മേസ്തിരിപ്പണിയും സിമെന്റ് കൂട്ടാനും വാർക്കപ്പണിയും ഞങ്ങളുടെ MLA-ക്ക് അറിയില്ലല്ലോ. ഓക്കെ, ശരി. അപ്പൊ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം എന്തുകൊണ്ട് നന്നാക്കുന്നില്ല? കാട് പിടിച്ച് കേടി ഇന്ദിരാഗാന്ധി അവമാനിക്കുമല്ലേ? അതിന് കോൺഗ്രസ് പ്രതി പറയുന്നത്, ഞങ്ങൾക്ക് കാശ് കൊടുക്കാനല്ലേ അറിയൂ, പിണറായി വിജയൻ വേണ്ടേ സിമെന്റും കമ്പിയും കൂട്ടാനും ഇഷ്ടിക എടുത്ത് പണിത് തരാനും വേണ്ടേ? അപ്പൊ തിരികെ വീണ്ടും ചോദിക്കുന്നു, അപ്പൊ ഇൻഡോർ സ്റ്റേഡിയം എന്തുകൊണ്ട് പൊളിഞ്ഞു കിടക്കുന്നു? അപ്പൊ വീണ്ടും പറയുന്നു, അയ്യോ ഞങ്ങളുടെ MLA-ക്ക് കാശ് കൊടുക്കാനല്ലേ അറിയൂ, സിമെന്റ് കമ്പിയും കൂട്ടിയതൊക്കെ പണിത് തരേണ്ടത് പിണറായി വിജയനല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, പിണറായി വിജയൻ ആയിരുന്നോ കോൺഗ്രസ് നേതാവേ 2011-16 കാലയളവിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നത്? പിണറായി വിജയന്റെ അനുയായി ആയിരുന്നോ പാലക്കാട് നിയോജക മണ്ഡലത്തെ 2011-16 കാലയളവിൽ പ്രതിദാനം ചെയ്തത്? നിങ്ങളുടെ നേതാവ് MLA ആയി, നിങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയായി, നിങ്ങൾക്ക് ക്യാബിനറ്റ് ഉണ്ടായിരുന്നു 2011-16 കാലയളവിൽ. ഒരു കല്ലെടുത്ത് വെക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. നാട്ടുകാരെ പറ്റിച്ച് മണ്ഡലത്തെ ചതിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കാശ് കൊടുക്കാനല്ലേ അറിയൂ, സിമെന്റും കമ്പിയും കൂട്ടാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞാലേ തലയിൽ ആൾതാമസം ഇല്ലാത്തവന്മാർ KPCC ആഫീസിലുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ പോയി പറയണം. അവർ കേട്ടിരിക്കും. കേട്ടല്ലോ, ഇമാതിരി തൊടുഞ്ഞായം വന്നിട്ട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിന് തലേ ദിവസം വന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കോൺഗ്രസ് നേതാവ് ക്ഷമിക്കണം ജിൻഡോ, ജയ്ക്ക് പറഞ്ഞ വിലക്കയറ്റം നിയന്ത്രിച്ച ലൈഫ് മിഷനിൽ 1,26,000 കുടുംബങ്ങൾക്ക് അടുത്ത ഗഡു പണം കിട്ടാത്തതിന്റെ പേരിൽ മേൽക്കൂരയ്ക്ക് പകരം മാനം കണ്ടു കിടക്കുന്ന ആളുകൾ, ഹോസ്പിറ്റലിലെ ലിഫ്റ്റിനകത്ത് പോലും ശ്വാസം കിട്ടാതെ CPI-യുടെ നേതാവ് പോലും 24 മണിക്കൂർ കിടക്കുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽ വികസനം നടത്തിയ ഒന്നാം സ്ഥാനത്തുള്ള ഈ സർക്കാർ, ഈ ഒന്നാം സ്ഥാനത്തുള്ള സർക്കാർ എന്തുകൊണ്ടാണ് 8 വർഷത്തെ അവരുടെ പ്രവർത്തന മികവിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിലെ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാതിരുന്നത്? അതുകൂടി പറയണ്ടേ? ഇവിടെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പോലും വന്നില്ല. 8 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പാലക്കാട്ടത്തെ CJP-യുടെ ഡെമ്മി സ്ഥാനാർത്ഥിയുടെ കൈപൊക്കിയത് ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നില്ല. ആ മറിയക്കുട്ടിയുടെ മകളുടെ ഇല്ലാത്ത സ്വത്തിനെ കുറിച്ചിട്ട് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നു. പക്ഷെ CJP-യുടെ ഡെമ്മി സ്ഥാനാർത്ഥിയുടെ കൈപൊക്കിയത് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്നില്ല. ആൾതാമസമില്ലാത്ത നേതാക്കന്മാർക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, ആൾതാമസമില്ലാത്ത AKD സംഘടന നേതാക്കന്മാരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ആ ഡോക്ടറുടെ കൊമ്പും കുഴലും നിങ്ങൾക്ക് 23-ാം തീയതിക്ക് ശേഷം എടുത്ത് ഉപയോഗിക്കാം. 23-ാം തീയതി വോട്ട് ശ്രീ ജിജി ജോസഫ് അല്ലല്ല, ഇത് തന്നെയാണ് കഴിഞ്ഞ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 10 വോട്ട് കിട്ടാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും തീവ്രവാദി സംഘടനകളുമായിട്ട് യോജിച്ച് അവരിൽ നിന്ന് വോട്ട് വാങ്ങി ആ വോട്ട് കൊണ്ട് ജയിക്കാമെന്ന് വിചാരിക്കുകയും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ, മുനമ്പത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഇറക്കി വിടാൻ വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് പ്രമേയം പാസാക്കുകയും രണ്ടുപേരെയും ഒരേപോലെ പറ്റിക്കുകയും ചെയ്തിട്ടുള്ള ഈ രണ്ട് മുന്നണികളും ഈ നാടിന് ആപത്തായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം എല്ലാ രീതിയിലും ഈ നാട്ടുകാർ, ഈ കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരെ, സമാധാനം ആഗ്രഹിക്കുന്ന സാധാരണക്കാരെ തീവ്രവാദി സംഘടനകളെ ചുവട് പിടിച്ചുകൊണ്ട് SDPയെയും പോപ്പുലർ ഫ്രണ്ടിനെയും വളർത്തുന്നതിന് വേണ്ടി അവരുടെ ഗ്രീൻ ആർമി ഉണ്ടാക്കി പാലക്കാട് പ്രത്യേകം വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ജിൻഡോയുടെ പാർട്ടി ഈ നാടിനാപത്താണ്. അതുപോലെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാതെ അവർക്ക് കടക്കണിയും പട്ടിണിയും ഏതായാലും നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് പാലക്കാട്ടുകാർ കടക്കുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ മനസ്സിൽ എഴുതി കുറിച്ചിട്ടുണ്ടാകും ആർക്ക് വോട്ട് ചെയ്യണമെന്നത്. ജീവൽ പ്രശ്നങ്ങൾ സജീവ ചർച്ചയാക്കപ്പെടേണ്ടതാണെന്നും ജനാധിപത്യത്തിന്റെ ശക്തിപ്പെടുത്തുന്നതുമാകട്ടെ അവരുടെ ഓരോ വോട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആരാകും വിജയി എന്ന് കാത്തിരിക്കാൻ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു. ഇനി പ്രൈം ടൈം വിത്ത് SKന്റെ സമയമാണ്. പ്രേക്ഷകർക്ക് ഒപ്പം SKN ചേരും അല്പസമയത്തിനകം. ഗുഡ് നൈറ്റ്.